നീ ഒരുത്തി മക്കളെ തമ്മി തല്ലിച്ച് മക്കളെ അമ്മയും തമ്മി തല്ലിച്ച് നീ 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 ആസ്വദിക്കുന്നുണ്ടല്ലോ ഇപ്പൊ. നീ ആസ്വദിക്കടി, നീ ആസ്വദിക്കടി. നീ ഒരു കുടുംബത്തിൽ കയറി നീ ആ കുടുംബങ്ങൾ തമ്മിൽ ഇല്ലാതാക്കിയിട്ട് എന്റെ ഫാമിലിയെയും മറ്റേ ഫാമിലിയെയും തമ്മിൽ അടുപ്പിച്ച് മക്കളെയും തമ്മിൽ അടുപ്പിച്ച് നീ ഗുണം പിടിക്കത്തില്ലടി ഒരിക്കലും. നീ ഗുണം പിടിക്കത്തില്ല. ഇത് കൂടുതലൊന്നും രേണുസുതിക്ക് പറയാനില്ല. നാശം പിടിച്ചവളെ. രേണു ഇപ്പം ഇങ്ങനെ തിളയ്ക്കുന്നത് ആർക്കെതിരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഫീന ബീബി. നിങ്ങൾ ചെയ്ത് കൂട്ടിയതൊക്കെ ഷെഫീന ബീബിയിലോട്ട് തിരിച്ചു വിട്ട് അവരാണ് നിങ്ങളുടെ കുടുംബം കലക്കിയത്, അല്ലെങ്കിൽ അവരാണ് ഇതിനൊക്കെ കാരണം എന്നുള്ള രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിച്ച് അതിൽ നിന്ന് എസ്കേപ്പ് ആവാനുള്ള ഒരു വഴിയാണ് രേണുസുതി ഇപ്പോൾ ഈ നോക്കുന്നത്. ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് രേണുസുതിക്ക് ഉത്തരവില്ല. ഇപ്പോൾ ഈ വന്ന വോയിസിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. കിച്ചു പറഞ്ഞതിനുള്ള എക്സ്പ്ലനേഷൻ എന്താ? ഓൺ ദ സ്പോട്ടിൽ രേണുവിൻ്റെ മറുപടി എന്താണെന്ന് വെച്ചാൽ പറയാൻ സൗകര്യമില്ലടാ, നീ പോയി കേസ് കൊടുക്കുന്നുള്ള രീതിയിലാണ് രേണുസുതി ഓരോ കമൻസിന് റിപ്ലൈ കൊടുക്കുന്നത്. ഇതിപ്പോൾ സ്വയം എല്ലാം ചെയ്ത് വെച്ചിട്ട് മറ്റുള്ളവരുടെ തലയിൽ ഒരു കാര്യം കെട്ടിവെച്ച് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കുന്നത് വല്ലാത്ത തെണ്ടിത്തരമാണ്. വരുന്ന 2-ാം തീയതി രേണുസുതി നാട്ടിൽ വരും. നാട്ടിൽ വന്നിട്ട് എന്തോ ഇൻ്റർവ്യൂ കൊടുക്കാനുള്ള എന്തോ പ്ലാൻ ഉണ്ട് രേണുസുതി അമ്മച്ചിക്ക്. ഈ കൊടുക്കാൻ പോകുന്നത് ഡെഫിനറ്റ്ലി കിച്ചുവിനെതിരെ ആയിരിക്കും. ഈ ക്യാഷ് കൊടുത്തതിൻ്റെ കുറേ കാര്യങ്ങൾ, കുറേ തെളിവുകൾ, മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ വെച്ചിട്ട് കിച്ചുവിനെതിരെ തന്നെ ആയിരിക്കും ഇവർ ഈ ഇൻ്റർവ്യൂ കൊടുക്കാൻ പോകുന്നത്. കൂടെ ഷെഫിനെ ബീവിക്കും. കിച്ചുവിൻ്റെ ഒരു കമൻ്റ് ഉണ്ട്, മറ്റേ ദാനിച്ചേട്ടൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു ഇതിന് കൊണ്ട് കിച്ചു ഇട്ടൊരു കമൻ്റാണ്. ഹായ് ബ്രോ, ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല അമ്മ കൂടെ ഉണ്ടായിരുന്നു എന്ന്. അതായത് ആ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു എന്ന് പറയുന്നില്ലേ സുധിയുടെ ഡെഡ് ബോഡി എടുക്കാൻ പോകുന്ന സമയത്ത്, അതിനെക്കുറിച്ചിട്ട് കിച്ചു അവിടെയും പറഞ്ഞിട്ടില്ല. രേണുസുതിയാണ് ഇത് വളച്ചു പൊടിച്ചിട്ട് രേണുസുതി ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാക്കിയത്. വേറെ ആരുമല്ല, രേണുസുതി തന്നെയാണ് വളച്ചൊടിച്ചാക്കിയത്. പിന്നെ അമ്മയായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് എന്താ എന്ന് വെച്ചാൽ ആകെ എന്തെങ്കിലും പൈസ ചോദിക്കുന്ന മാത്രമാണ് കണ്ടിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ മീഡിയക്കാരെ കാണുമ്പം രേണുസുതി ഫോൺ വിളിച്ചിട്ട് ആ മോനെ ഇപ്പം ഇട്ട് തരാം എന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നത് നമ്മളും കണ്ടിട്ടുണ്ട്. അത് മാത്രമാണ് ഇവർ തമ്മിലുള്ള ഒരു ബന്ധം. വേറൊരു കോണ്ടാക്റ്റും ഇല്ല. ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് വല്ലോ വീഡിയോ കോൾ ചെയ്യും, എന്നിട്ട് ആരെങ്കിലും ഒക്കെ കാണിച്ചു തരും, എന്നിട്ട് പറയും ഇപ്പം ഇട്ട് തരാടാ. അതേ ഉള്ളൂ ഒരു കോണ്ടാക്റ്റ്. സോഷ്യൽ മീഡിയയിൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് മീഡിയക്കാർ വന്ന് നിൽക്കുമ്പം രേണു അമ്മച്ചിക്കുള്ളൊരു സ്വഭാവമാണ് കിച്ചുവിനെ വിളിച്ചിട്ട് വീഡിയോ കോൾ അടിക്കുക, കാണിച്ചു കൊടുക്കുക, ഞാൻ ഇപ്പം ഇട്ട് തരാമെന്ന് പറയുക. അത് കുറേ വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ഈ വന്ന് പറയുന്നത് രേണുസുതി ചോദിക്കുമ്പോൾ ഒക്കെ കിച്ചുവിന് പൈസ കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. ഇതാണ് കിച്ചു ഇട്ട ഒരു കമൻറ്റ്. ഈ ജാസിത്താത്ത ഉണ്ടല്ലോ, ആ ലെവലാതി നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് നടക്കുന്ന പുന്നാര താത്തയല്ല താത്തൻ, അതിങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ആണാണോ പെണ്ണാണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ആയിട്ട് ഓരോ തീരുമാനമായിട്ടില്ല അവരുടെ കാര്യത്തിൽ. അതുകൊണ്ട് നമുക്ക് അവൻ തന്നെ വിളിക്കാം. അപ്പം ജാസി അണ്ണൻ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. പക്ഷെ ആ ഡ്രോമയില് പറയാണ്ട് പറഞ്ഞിരിക്കുന്നത് രേണുചേച്ചിനെ കുറിച്ചിട്ടല്ലേ. കാരണം പിന്നീട് ആ കുട്ടി പറയുന്നുണ്ട്, ഞാൻ ഓൾറെഡി എനിക്ക് സ്നേഹം എവിടുന്നും കിട്ടിയിട്ടില്ല, അവിടെ ഞാൻ പോയി വന്ന് നിൽക്കട്ടെ എന്ന് ചോദിച്ചപ്പോ പോലും എന്നോട് ആരും അവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടില്ല. അമ്മ എന്ന് പറഞ്ഞ് ആ കുട്ടി പറയുന്നുണ്ട്, ഞാൻ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് രേണുസുതി എന്നിട്ട് ഒരു സ്മൈൽ, ഒരു ചിരി. ആ ചിരിയിലുണ്ട് എല്ലാം. ആ ചിരിയിലുണ്ടെല്ലാം. രേണു കാണിക്കുന്നത് എല്ലാം ഉടായിപ്പാണ് എന്നറിയാവുന്നവൻ്റെ ഒരു ചിരി, അത്രേ ഉള്ളൂ. അത് അല്ലാണ്ട് വേറെ വലിയ ആനക്കാര്യമൊന്നുമല്ല. രേണു കാണിക്കുന്നത് മൊത്തം പ്രഹസനമാണെന്ന് അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവൻ അത് പറഞ്ഞപ്പോൾ ചിരി വന്നു, സ്വാഭാവികം. കാരണം ആരെ കുറിച്ചാണ് ഇത് വ്യക്തമായിട്ട് എനിക്ക് എന്റെ ഒരു ഐഡിയയിൽ ഇത് വ്യക്തമായിട്ട് ആരോ പിന്നീന്ന് ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ച ഒരു കാര്യമാണ്. അതായത് അവന് 10 വയസ്സാണല്ലോ. ആരെങ്കിലും വന്ന് ഫോഴ്സ്ഫുള്ളി എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും അതുപോലെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിയുമില്ല, വിവരമില്ല, ചിന്തിക്കാനുള്ള കഴിവുമില്ല. അതുകൊണ്ട് പിന്നെ ആരെങ്കിലും പോയിട്ട് ഒന്ന് മോനെ ഇങ്ങനെ പറയണം മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം വന്ന് അവനിരുന്ന് വീഡിയോ ചെയ്യും. എൻ്റെ അമ്മ ഇങ്ങനെയാണ്, എൻ്റെ അമ്മ എന്നെ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഋതപ്പൻ ഒരു കാര്യം മനസ്സിലാക്കണായിരുന്നു, ഈ കിച്ചു ഒരു കാര്യം മനസ്സിലാക്കണായിരുന്നു, ഋതപ്പൻ കിച്ചുവിന്റെ സ്വന്തം സുഹൃത്താണ്. നീ എന്തൊക്കെയാടാ പറയുന്നത്? ഋതപ്പൻ സ്വന്തം സുഹൃത്തോ?
എടാ സുഹൃത്തല്ലടാ പൊട്ട അനിയൻ. ഒന്നാണ്, നിങ്ങൾ സ്വന്തം സഹോദരങ്ങൾ തന്നെയാണ്. ഋതപ്പിന്റെ അമ്മനെ കുറിച്ചാണ് കിച്ചു പറഞ്ഞത്, അതായത് സ്വന്തം അമ്മ തന്നെ. കാരണം എന്നിട്ട് സ്വന്തം മോനാണെന്നുള്ള ബോധം നിങ്ങൾ ഈ പുകഴ്ത്തുന്ന രേണുസുതിക്ക് ഉണ്ടായിരുന്നില്ലല്ലോ അവനോട് അത്രയും ചെയ്യുമ്പോൾ. ഉണ്ടായിരുന്നോ? പിന്നെ അവൻ എന്ത് തേങ്ങാ കൊലയ്ക്കാണ് അവരെൻ്റെ അമ്മ എന്ന് കാണിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ വിചാരിക്കേണ്ട ആവശ്യം? നമ്മുടെ സ്ഥാനം ഒരു 11ാമത്തെ വയസ്സിൽ കുട്ടിനെ കിട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അത്രയും ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചേച്ചിന്റെ ഒരു മൈൻഡ് എങ്ങനെയാന്നുള്ളത്. ആ ഒരു മൈൻഡ് വെച്ചിട്ട് ആ വയസ്സ് വരെ ഈ കുട്ടിനെ തനിക്ക് കഴിയുന്ന രീതിയിൽ നോക്കിയിട്ടുണ്ട് ചേച്ചി. ഇല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഫ്രണ്ട്സുകൾ കണ്ടോണ്ടിരിക്കുന്ന വ്യക്തികളാണ്. പലപ്പോഴായിട്ട് ചേച്ചി ഞാനും ഒക്കെ. രേണു കാശ് കൊടുത്തിട്ടുണ്ട്. ഈ കാശാണോ സ്നേഹം? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. കാശ് അയച്ചു കൊടുക്കുന്നതല്ല ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോടുള്ള സ്നേഹം. അത് സ്നേഹം കൊണ്ടൊന്നും ആവണമെന്നില്ല. ജസ്റ്റ് വന്നൊരു സഹായം ചോദിച്ചാൽ പോലും നമ്മൾ കൊടുക്കും. സ്നേഹം വേറെ, പൈസ കൊടുക്കുന്നത് വേറെ. അതാദ്യം മനസ്സിലാക്കണ നിങ്ങൾ. ഇതിപ്പോൾ ചക്ക എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ഇരുന്ന് അല്ല മാങ്ങ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനും ഒക്കെ ഒരുമിച്ച് കരീഷ്മയുടെ വീട്ടില് ഉണ്ടാവുന്ന സമയങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്തൊക്കെ ഋതപ്പ വിളിക്കാറുണ്ട്. വളരെ നല്ല രീതിയിലാണ് കിച്ചു വിളിക്കാറുണ്ട്. അവർ വളരെ നല്ല രീതിയിൽ സംസാരിക്കാറുള്ളത്. അത് കൂടാണ്ട് കിച്ചുവിന് ക്യാഷ് വേണമെന്ന് പറയുമ്പോൾ ക്യാഷ് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ ഞങ്ങളും പറയും, ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, എന്തിനെ. ഇത് തന്നെയല്ല അണ്ണ അവനും പറഞ്ഞത്. ഞാനും അവരും തമ്മിൽ പൈസ ബന്ധം മാത്രമേ ഉള്ളൂ എന്നുള്ളത്. എന്തോന്നണ്ണ നിങ്ങൾ ഈ കളിക്കുന്നേ? നിങ്ങൾക്ക് എന്തേലും ഒക്കെ ബോധമുണ്ടോ അണ്ണ? എന്തോന്നണ്ണ ഇങ്ങനെ ക്യാഷ് ഇട്ട് കൊടുക്കുന്നത് കുട്ടികൾ വഴി തെറ്റുട്ടോ എന്നൊക്കെ ഞങ്ങളും പറയാറുണ്ട് കേട്ടോ. ഇങ്ങനെ ക്യാഷ് മാത്രം കൊടുത്താൽ കുട്ടികളെ വഴി ഇല്ല, അവൻ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, അവൻ ഇതാണ്, ഓക്കെയാണ്, അവൻ സ്വന്തം കാലിൽ നിൽക്കുന്ന കുട്ടിയാണ്, അങ്ങനെയാണ്. അപ്പൊ ഞാൻ ചോദിക്കും, യൂട്യൂബ് ഒക്കെ ചെയ്യുന്നില്ലേ? യൂട്യൂബിൽ നിന്നൊക്കെ കിച്ചന് വരുമാനം കിട്ടുന്നുണ്ടോ? ഞാൻ നോക്കാറില്ല, അത് അവന്റെ കാര്യമല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ചേച്ചി അങ്ങ് ഇതാക്കാറാണ്. അപ്പൊ ക്യാഷ് ഇട്ട് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നത് ഇപ്പൊ കാണിക്കുന്ന ഈ 300 രൂപ 200 രൂപ 100 രൂപ എന്നല്ല, അതിനപ്പുറത്തേക്കുള്ള എമൗണ്ടുകളൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഞാൻ പേഴ്സണലി ആസ് എ ഫ്രണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ എവിടെ പറഞ്ഞണ്ണ പൈസ തന്നിട്ടില്ല എന്നുള്ള കാര്യം? എൻ്റെ പൊന്നണ്ണ, സോറി ആശിയുടെ അണ്ണ, അവൻ ആകെ പറയുന്ന ഒറ്റ കാര്യം എന്തുവാ? ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പൈസയുടെ ബന്ധം മാത്രമാണ്. അതാണ് അണ്ണ ഈ പറയുന്നത്. അണ്ണൻ എന്തുവാ അണ്ണ മനസ്സിലാവാതെ? അണ്ണൻ എന്തൊക്കെയാ പറയുന്നേ? ഈ ബോധവും വിവരവും ഇല്ലാത്തവന്മാരൊക്കെ പിടിച്ചിട്ട് എന്തിനാ ഇൻ്റർവ്യൂവിന് വരുത്തിയേക്കുന്നേ? വല്ല കാര്യമുണ്ടോ? ഇവൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ അത് കാരണം ഇവനെക്കുറിച്ച് എങ്ങാണ്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കൊല്ലെന്ന് പറയാൻ വേറെ കുറേ എണ്ണങ്ങളും. ഇതിനൊക്കെ തലയിലും വെച്ച് കൊണ്ട് നടക്കുന്ന കുറേ എണ്ണങ്ങളുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് പുച്ഛം തോന്നുന്നത്. തരികിട ആയ ഒരുത്തിക്ക് ഭൂലോക തരികിട ആയ ഒരുത്തൻ സപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത്. അല്ലാണ്ട് പിന്നെ ഇതിലൊക്കെ എന്ത് പറയാനാ? ശരി എന്നാ.